Hi, hello, welcome back to my YouTube channel. I'm Alishna Sheikhs, currently doing ACCA. If you are interested in your growth, don't forget to subscribe this channel. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട 2 ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ആണ്. ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങളൊരു വെക്കേഷൻ ടൈമിലായിട്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ജോലി ചെയ്യുവാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 10 മിനിറ്റ് എടുക്കാറുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളിനി ഭാവിയിൽ ഉന്നത പഠനത്തിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോവുകയാണെങ്കിലും, ഈവൻ ഇഫ് യു പ്ലാൻ ടു സ്റ്റാർട്ട് എ ബിസിനസ്, നിങ്ങൾക്ക് ഈ സ്കിൽസ് കൂടിയേ തീരൂ. എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. സോ തീർച്ചയായും നിങ്ങളൊരു 10 മിനിറ്റ് എല്ലാ ദിവസവും ഈ 2 കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടൈപ്പിംഗ് സ്പീഡ്. ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ലൈഫിൽ. ഇന്നത്തെ കാലം പണ്ടത്തെ പോലെ അല്ല. നമ്മൾ പണ്ടത്തെ പോലെ പെന്നും പേപ്പറും ഒക്കെ എടുത്ത് ഒരുപാട് എഴുതി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് ഒരുപാട് സമയം കളയാൻ നമ്മുടെ കയ്യിൽ ഇല്ല. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി. സോ നമ്മളും അതനുസരിച്ച് മാറണം. നമുക്ക് മിക്ക ആൾക്കാർക്ക് ടൈപ്പിംഗ് അറിയാമായിരിക്കും, പക്ഷെ അതിന്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒട്ടുമിക്ക എക്സാംസും കമ്പ്യൂട്ടറിലാണ്. നമുക്കൊരു ജോലിക്ക് പോവാണെങ്കിൽ അവിടെയുള്ള വർക്ക്സുകൾ നമ്മൾ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലാണ്. അപ്പൊ നമ്മളെല്ലാം ഇന്ന് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടൈപ്പിംഗ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു സില്ലി ആയിട്ട് തോന്നും, പക്ഷെ ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. ടൈപ്പിംഗ് സ്പീഡ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ ACC ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഓരോ എക്സാമും 3 മണിക്കൂറുള്ള 100 മാർക്കിന് വേണ്ടിയുള്ള എക്സാമാണ്. എൻ്റെ ACCയിലെ ആദ്യത്തെ പേപ്പർ FR ആയിരുന്നു, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ പേപ്പർ ആയിരുന്നു. ACC ഭയങ്കര ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മളെല്ലാം ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ്. എക്സലിലും വേർഡിലും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ട് തൊട്ടേ ട്രഡീഷണൽ രീതിയിൽ ഞാൻ ശീലിച്ചു വന്നത് പേപ്പറിൽ എഴുതി പഠിക്കാനായിരുന്നു. പക്ഷെ FR പഠിക്കാൻ തുടങ്ങിയപ്പം ടോട്ടലി ചേഞ്ച് ആയി. പിന്നീട് എല്ലാം കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുന്നേ ടൈപ്പിംഗ് സ്പീഡിന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പക്ഷെ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യായിരുന്നു എന്നുള്ളത്. അങ്ങനെ എൻ്റെ എക്സാം വന്നു. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ സെഷനിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നത്. ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അതിന് ഒരുപാട് സമയം എടുത്തിട്ട് 1.5 മണിക്കൂർ എന്തോ എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്തത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യന്റെ കുറച്ച് ശതമാനം മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എക്സാം ഫെയിൽ ആയി എന്നുള്ളത്. അപ്പോഴാണ് സമയത്തിന്റെ വില മനസ്സിലാവുന്നത്. അപ്പൊ ഈ ടൈപ്പിംഗ് സ്പീഡൊക്കെ കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്ക് അതിന് സാധിച്ചില്ല. ഞാൻ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ACCA പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറയുന്നത്, ഇന്നു മുതൽ തന്നെ നിങ്ങൾ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് സഹായിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. typing.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഗെയിം പോലെ നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് പ്രാക്ടീസും ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഗെയിം കളിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ തീർച്ചയായും ടൈപ്പിംഗ് സ്പീഡ് പ്രാക്ടീസ് ചെയ്യാം. ഇനി FRന്റെ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചോ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണുക. രണ്ടാമതായിട്ട് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എക്സലിൽ നോളജ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ചെറിയ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നത് മുതൽ ഒരു വലിയ കമ്പനിയിൽ നമ്മൾ ടോപ്പ് ലെവലിൽ വരെ വർക്ക് ചെയ്യുമ്പോൾ വരെ നമുക്ക് എക്സലിന്റെ നോളജ് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എക്സൽ. ഒരുപാട് ടൈം സേവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എക്സൽ. അപ്പൊ നിങ്ങൾ തീർച്ചയായും എക്സൽ പഠിച്ചിരിക്കുക. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ എക്സാം എല്ലാം കമ്പ്യൂട്ടറിലാണ്. എക്സൽ ഉപയോഗിച്ചാണ് ഞാൻ പ്രോബ്ലംസ് ചെയ്യുന്നത്. തുടക്കത്തിൽ എക്സലില് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് തോന്നിയത്. നമുക്കൊരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് പോലെ എക്സൽ ചെയ്തപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് എക്സൽ ചെയ്യുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് എക്സൽ ചെയ്ത് ശീലമായി. പിന്നെ എനിക്ക് ഇപ്പൊ എക്സൽ അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും ഈസിയാണ് എക്സൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ. അപ്പൊ അതിലൊരുപാട് ഫങ്ഷൻസ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. നമുക്ക് ചാർട്ടും ടേബിൾസും ഒക്കെ പ്രിപ്പയർ ചെയ്യാം. ബിസിനസ്സിലാണെങ്കിൽ പോലും ബിസിനസ് അനലിറ്റിക്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എക്സൽ. അപ്പൊ നിങ്ങൾ തീർച്ചയായും എക്സൽ പഠിച്ചിരിക്കുക.
ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നമുക്ക് ഇതിലൂടെ സേവ് ചെയ്യാം. കുറച്ച് ഫംഗ്ഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ടെക്നിക്കൽ നോളജ് ഒക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. യൂട്യൂബിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസും ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആണല്ലോ. കോഴ്സെറ, ഉഡമി പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എക്സൽ പഠിച്ചെടുക്കുക. പിന്നെ FRന്റെ റിസൾട്ട് അടിച്ചാണ് ഞാൻ എക്സാമിന്റെ റിസൾട്ട് നോക്കിയത്. കാരണം അത്രയും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തോക്കും എന്നുള്ളത്. ഫസ്റ്റത്തെ എക്സാമും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് രാവിലെ എണീറ്റ് റിസൾട്ട് നോക്കിയപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. എനിക്ക് 61 മാർക്ക് ഉണ്ടായിരുന്നു എക്സാമിന്. അപ്പം പക്ഷെ ആ ക്വസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടിയേനെ. ബട്ട് ഐ എം സാറ്റിസ്ഫൈഡ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ജയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതെൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് താങ്ക് മീ ലേറ്റർ. ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാനുള്ള typing.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. എക്സൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നോ മറ്റ് സോഴ്സിൽ നിന്നൊക്കെ പഠിക്കാം. ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ നമുക്ക് വളർത്തിയെടുക്കണം. എല്ലാവരും നല്ല രീതിയിൽ എത്തട്ടെ. 2 കാര്യങ്ങളും നിങ്ങളുടെ ടൈം ഒരുപാട് സേവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് സേവിങ് സ്കിൽസ് ആണ്. നിങ്ങൾ അത് പഠിച്ചെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.